നമസ്കാരം. ഇന്ത്യയിലെ പ്രധാന നദികളെ പരിചയപ്പെടുത്തുകയാണ്. ഇന്ത്യയിലെ പ്രധാന നദിയാണ് സിന്ധു നദി. നായാടിയിൽ നിന്നും നാഗരികതയിലേക്ക് മനുഷ്യൻ യാത്ര തുടങ്ങിയത് നദികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്. മനുഷ്യൻ്റെ ജീവചരിത്രം ആരംഭിക്കുന്നത് തന്നെ ചരിത്രാതീത കാലത്തു നിന്നും ചരിത്രകാലത്തിലേക്ക് വഴിതിരിച്ചുവിട്ടതും നദികളാണ്. നൈൽ നദി, ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദി, സിന്ധു എന്നീ മഹാനദികളുടെ കരയിലാണ് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ 3 നാഗരികതകൾ ഉടലെടുത്തത്. ഇവയിൽ ഏറ്റവും അധികം ജലമൊഴുകുന്ന നദി അന്നും ഇന്നും സിന്ധു നദിയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ പോലും സിന്ധു നദിയുടെ പിന്നിലാണ്. ഇന്ത്യയിലെ വൻ നഗരങ്ങൾക്ക് തൊട്ട് ചെറുഗ്രാമങ്ങൾ വരെ കുടിക്കുവാനും മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കും ജലം നൽകുന്നത് ഇന്ത്യയിലെ പ്രധാന നദികളാണ്. വ്യവസായം, ഊർജം, കൃഷി, ഗതാഗതം എന്നു തുടങ്ങി പലതരത്തിലുള്ള ജനജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകൾക്കും ആവശ്യമായ ജലം നൽകുന്നത് നദികളുടെ കരുത്താണ്. നമ്മുടെ നാട്ടിലെ ജലസേചന വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെ നദികളാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവനമാർഗം നൽകുന്നതും നദികൾ തന്നെ. കൃഷിയെ ആശ്രയിച്ചുള്ള സമ്പൽ വ്യവസ്ഥ നിലനിൽക്കുന്നതും ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് നദികളുടെ പ്രാധാന്യമാണ് വിളിച്ചറിയിക്കുന്നത്. ചരിത്രമൊഴുകുന്ന നദിയാണ് സിന്ധു നദി. പല പരിഷ്കൃത സമൂഹങ്ങളും ഉടലെടുത്തത് നദീതടങ്ങളിൽ നിന്നാണ്. ലോകത്തെ അമ്പരിപ്പിച്ച ഒരു നാഗരികത നമ്മുടെ നാട്ടിൽ പിറന്നു വീണത് സിന്ധു നദിയുടെ തീരത്താണ്. ആ നദിയിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിന് ഇന്ത്യ എന്ന പേര് ലഭിച്ചത്. ലോകത്തിലെ നീളമേറിയ നദികളിലൊന്നായ സിന്ധു ഹിമാലയത്തിലെ മാനസ സരോവർ തടാകത്തിന് സമീപമാണ് ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് വടക്കു പടിഞ്ഞാറോട്ടൊഴുകി കാശ്മീരിലെ ലഡാക്ക് ജില്ലയിലൂടെ ഇന്ത്യയിലേക്ക് കടക്കുന്നു. ഇന്ത്യയിൽ സിന്ധു നദി കടന്നു പോകുന്ന ഏക സംസ്ഥാനം ജമ്മു കാശ്മീറാണ്. ആകെ ഏതാണ്ട് 3200 കിലോമീറ്റർ ദൂരം ഒഴുകി പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നു. ഹിമാലയം, ഹിന്ദുക്കുഷ്, കാരാക്കോറം പർവ്വത മേഖലകളിലൂടെ കടന്നു പോകുന്ന സിന്ധുവിൻ്റെ പാകിസ്ഥാനിലെ പ്രധാന പോഷക നദികൾ 3 5 നദികളുടെ നാടെന്നാണ് പഞ്ചാബ് എന്ന പേരിൻ്റെ അർത്ഥം. സിന്ധുവിൻ്റെ കൈവഴിയായ ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണവ. BC 4-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിലെത്തിയത് സിന്ധു നദി കടന്നാണ്. പോഷക നദികളിൽ നിന്നും ഹിമാനികളിൽ നിന്നുമൊക്കെ ധാരാളം വെള്ളമാണ് സിന്ധുവിൽ ഒഴുകിയെത്തുന്നത്. അതിനാൽ പലപ്പോഴും സിന്ധു നദിയിൽ വെള്ളപ്പൊക്കം സർവ്വസാധാരണമാണ്. 1947-ലും 1958-ലും 2010-ലും സിന്ധു നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി. വൻ വെള്ളപ്പൊക്കങ്ങളുടെ സമയത്ത് സിന്ധു നദി വഴിമാറി ഒഴുകാറുണ്ട്. സിന്ധു നദി പല ഭാഷകളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഇൻഡസ്, ഉറുദുവിൽ, സംസ്കൃതത്തിൽ സിന്ധ്, ഹിന്ദിയിൽ സിന്ധു, പേർഷ്യൻ ഭാഷയിൽ ഹിന്ദു, സെൽനേച്ചു എന്ന ടിബറ്റൻ ഭാഷയിൽ, ഇൻഡു ചൈനീസ് ഭാഷയിൽ, ഇൻഡോസ് എന്ന ഗ്രീക്ക് ഭാഷയിൽ, ആദ്യ വേദമായ ഋഗ്വേദത്തിൽ
സിന്ധു എന്ന പേരിൽ തന്നെയാണ് സിന്ധു നദി അറിയപ്പെടുന്നത്. സിന്ധു നദിയിലെ ജലം പങ്കുവെക്കുന്ന കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അയൂബ് ഖാനും തമ്മിൽ 1960 സെപ്റ്റംബർ 19 പാകിസ്ഥാനിലെ ലാഹോറിൽ വെച്ച് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു. ഈ കരാറിന് മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്കാണ്. കരാർ പ്രകാരം രവി, ബിയാസ്, സത്ലജ് നദിയിലെ വെള്ളത്തിൽ നിന്നുള്ള അവകാശം ഇന്ത്യയ്ക്കും, സിന്ധു, ഝലം, ചിനാബ് നദികളിലെ ജലത്തിൻ്റെ അവകാശം പാകിസ്ഥാന് ലഭിച്ചു. സിന്ധു നദിയുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 പോഷക നദികളാണ് ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. മൂൺ റിവർ അഥവാ ചന്ദ്രനദി എന്നാണ് ചിനാബ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഹിമാചൽ പ്രദേശിലെ ബാരാലച്ച പാസിൽ നിന്നും ചന്ദ്ര, ഭാഗ എന്നീ 2 നദികളായി ചിനാബ് നദി ഉത്ഭവിക്കുന്നു. ഇവ രണ്ടും അപ്പർ ഹിമാലയത്തിലെ താണ്ടി എന്ന പ്രദേശത്ത് വെച്ച് ഒന്നിക്കുന്നു. ചിനാബ് നദിക്ക് ഹിമാചൽ പ്രദേശിൽ ചന്ദ്രഭാഗ എന്നു പേരുണ്ട്. ഹിമാചലിലൂടെ ജമ്മു കാശ്മീരിൽ പ്രവേശിക്കുന്ന ചിനാബ് പിന്നീട് തെക്കു പടിഞ്ഞാറോട്ടൊഴുകി പാകിസ്ഥാനിലെത്തുന്നു. ട്രിമ്മു എന്ന സ്ഥലത്ത് വെച്ച് ഝലം നദിയുമായി കൂടിച്ചേരുന്ന ചിനാബ് പിന്നീട് സത്ലജ് നദിയിൽ പതിക്കുന്നു. ഇതിൻ്റെ ആകെ നീളം 974 കിലോമീറ്ററാണ്. ഹിമാചൽ പ്രദേശിൽ നിന്നാണ് രവി നദി ഉത്ഭവിക്കുന്നത്. 720 കിലോമീറ്റർ നീളമാണ് രവി നദിയുടേത്. ഹിമാചലിൽ നിന്നും പഞ്ചാബിലെ ഗുരുദാസ്പൂർ, അമൃത്സർ എന്നീ അതിർത്തി ജില്ലകളിലൂടെ ഒഴുകി രവി പാകിസ്ഥാനിൽ പ്രവേശിക്കുന്നു. പിന്നീട് ചിനാബ് നദിയുമായി ചേർന്ന് സിന്ധു നദിയിലേക്കെത്തുന്നു. പാകിസ്ഥാനിലെ പ്രധാന നഗരമായ ലാഹോർ സ്ഥിതി ചെയ്യുന്നത് രവി നദിയുടെ കരയിലാണ്. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സത്ലജ് നദി. ഏതാണ്ട് 1500 കിലോമീറ്റർ നീളമുള്ള സത്ലജ് നദി ടിബറ്റിലെ രക്ഷാസദ്ദ തടാകത്തിൽ ഉത്ഭവിച്ച് ഹിമാചൽ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി പാകിസ്ഥാനിലെത്തിച്ചേരുന്നു. പഞ്ചാബിൽ വെച്ച ബിയാസ് നദിയുടെ പാകിസ്ഥാനിലെ ചിനാബും ഇതിനോട് ചേരുന്നു. പിന്നീടവ പഞ്ച് നദ് എന്ന പേരിൽ ഒഴുകി സിന്ധു നദിയിൽ പതിക്കുന്നു. സത്ലജുമായി ചേർന്നൊഴുകി സിന്ധുവിൽ പതിക്കുന്ന ബിയാസ് നദി ഹിമാചൽ പ്രദേശിലെ രോഹ്താങ് പാസിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പിന്നീട് തെക്കോട്ടൊഴുകി കുളു താഴ്വര പിന്നിട്ട് ഒടുവിൽ പഞ്ചാബിൽ വെച്ച് സത്ലജുമായി കൂടിച്ചേരുന്നു. ഈ നദിയുടെ നീളം 470 കിലോമീറ്ററാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് നദി. 218 മേയിലുണ്ടായ രാസമലിനീകരണത്തെ തുടർന്ന് ബിയാസ് നദിയിലെ ധാരാളം മീനുകൾ നശിച്ചുപോയി. ഇൻഡസ് ഡോൾഫിൻ എന്ന ഇനം ഡോൾഫിനുകളെ ബിയാസ് നദിയിൽ നമുക്ക് കാണാൻ കഴിയും. കാശ്മീരിലെ വെരിനാഗ് ജലധാരയിൽ നിന്നാണ് ഝലം നദി ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് ശ്രീനഗറിലൂടെ കാശ്മീരിലെ ഊളാർ തടാകത്തിലെത്തുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഊളാർ. പിന്നീട് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഝലം നദി ചിനാബ് നദിയുമായി ചേർന്നു. ഏകദേശം 725 കിലോമീറ്റർ നീളം ഈ ഝലം നദിക്ക് ഉണ്ട്. ഝലം നദിയുടെ ഏറ്റവും പ്രധാന പോഷക നദിയാണ് കിഷൻഗംഗ. ഇത് ലോകത്തിലെ ഏറ്റവും ചരിത്രമുറങ്ങുന്ന നദിയായ സിന്ധു നദിയെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരണമാണ് ഇത്. ഇത്രമാത്രം. നന്ദി, നമസ്കാരം.